भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർദ്ധ ദ്വിപഞ്ചാശത്തമോऽധ്യായ. ശ്രീശുക ഉവാച. ഇദ്ധം സോനുഗൃഹീതോऽംഗാ കൃഷ്ണേനേക്ഷ്വാകുനന്ദന തം പരിക്രമ്യ സന്നമ്യ നിശ്ചക്രാമ ഗുഹാമുഖാൽ. സവീക്ഷ്യ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വീരുദ്വനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാമദിശമുത്തരാം. തപശ്രദ്ധായുതോ ധീരോ നിസ്സംഗോ മുക്തസംശയ സമാധായ മനഃകൃഷ്ണേ പ്രാവിശൽ ഗന്ധമാദനം. ബദര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്ദ്വസഹശാന്തസ്തപസാരാധയദ്ധരിം. ഭഗവാൻ പുനരാവ്രജ്യ പുരീം യവനവേഷ്ടിതാം. ഹത്വാ മ്ലേച്ഛബലം നിന്യേ തദീയം ദ്വാരകാം ധനം. നീയമാനേ ധനേ ഗോഭിർനൃഭിശ്ചാച്യുതചോദിതൈ ആജഗാമജരാസന്ധസ്ത്രയോ വിംശത്യനീകപ. വിലോക്യ വേഗരഭസം രിപുസൈന്യസ്യ മാധവൗ മനുഷ്യചേഷ്ടാമാപന്നൗ രാജൻ ദുദ്രുവതുർദ്രുതം. വിഹായ വിത്തം പ്രചുരമഭീതൗ ഭീരുഭീതവൽ പദ്ഭ്യാം പത്മപലാശാഭ്യാം ചേരതുർബഹുയോജനം. പലായമാനൗ തൗ ദൃഷ്ട്വാ മാഗധ പ്രഹസൻ ബലി. അന്വധാവൽ രഥാനീകൈരീശയോരപ്രമാണവിൽ. പ്രദ്രുത്യ ദൂരം സംശ്രാന്തൗ തുംഗമാരുഹതാം ഗിരിം. പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യതാ യത്ര വർഷതി. ഗിരൗ നിലീനാവാജ്ഞായാനാധിഗമ്യ പദം നൃപ. ദദാഹ ഗിരിമേധോഭി സമന്താദഗ്നിമുത്സൃജൻ. തത ഉൽപത്യ തരസാ ദഹ്യമാനതടാദുഭൗ. ദശൈകയോജനോത്തുംഗാദ് നിപേതതുരഥോ ഭുവി. അലക്ഷ്യമാണോ രിപുണാ സാനുഗേന യദുത്തമൗ. സ്വപുരം പുനരായാതൗ സമുദ്രപരിഘാം നൃപ. സോപി ദഗ്ധാവിതി മൃഷാ മന്വാനോ ബലകേശവൗ. ബലമാകൃഷ്യ സുമഹന്മഗധാൻ മാഗധോ യയൗ. ആനർത്താധിപതി ശ്രീമാൻ രൈവതോ രേവതിം സുതാം. ബ്രഹ്മണാ ചോദിതപ്രാദാൽ ബലായേതി പുരോദിതം. ഭഗവാനപി ഗോവിന്ദ ഉപയേമേ കുരുദ്വഹ. വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാം സ്വയംവരേ.
പ്രമധ്യതരസാരാജ്ഞ സാല്വാദീംശ്ചൈദ്യപക്ഷഗാൻ പശ്യതാം സർവലോകാനാം താർക്ഷ്യപുത്ര സുധാമിവ. രാജോവാച ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസ യഥാ മാഗധസാൽവാദീൻ ജിത്വാ കന്യാമുപാഹരൽ. ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യാ സാധ്വീർലോകമലാപഃ കോനു തൃപ്യേത ശൃണ്വാന ശ്രുതജ്ഞോ നിത്യനൂതനാ. ശ്രീശുക ഉവാച രാജാസീൽ ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്ര കന്യൈകാ ച വരാനനാ. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്ദര രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാസതി. സോപശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയ ഗൃഹാഗതൈർഗീയമാനാസ്തമ്മേനെ സദൃശം പതിം. താം ബുദ്ധിലക്ഷണൗദാര്യരൂപശീലഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്വോഢും മനോദധേ. ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്വിരുക്മീ ചൈദ്യമമന്യത. തദവേത്യാസിതാപാംഗി വൈദർഭീ ദുർമനാഭൃശം വിചിന്യാപ്തം ദ്വിജം കഞ്ചിൽ കൃഷ്ണായ പ്രാഹിണോൽദ്രുതം. ദ്വാരകാം സമഭ്യേത്യ പ്രതീഹാരൈ പ്രവേശിത അപശ്യദാദ്യം പുരുഷമാസീനം കാഞ്ചനാസനെ. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്തമവരുഹ്യ നിജാസനാൽ ഉപവേശ്യാർഹയാംശ്ചക്രേ യഥാത്മാനം ദിവൗകസ. തം ഭുക്തവന്തം വിശ്രാന്തമുപഗമ്യ സതാം ഗതി പാണിനാഭിമൃശൻ പാദാവ്യഗ്രസ്തമപൃച്ഛത. കച്ചിൽ ദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്തേ വൃദ്ധസമ്മത വർത്തത്തെ നാതികൃച്ഛ്രേണ സന്തുഷ്ടമനസഃ സദാ. സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിൽ അഹീയമാനസ്വാധർമാൽ സഹ്യസ്യാഖില കാമദുഃഖ. അസന്തുഷ്ടോ സകൃല്ലോകാനാപ്നോത്യപി സുരേശ്വര അകിഞ്ചനോപി സന്തുഷ്ട ശേതേ സർവാംഗവിജ്വര. വിപ്രാൻ സ്വലാഭസന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണ ശാന്താൻ നമസ്യേ ശിരസാ സകൃൽ. കച്ചിദ്വകുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാ സുഖം വസന്തി വിഷയേ പാല്യമാനാ നമേ പ്രിയ. യതസ്ത്വമാഗതോ ദുർഗം നിസ്തീജ്യേഹ യദിച്ഛയാ സർവം നോ ബ്രൂഹ്യ ഗുഹ്യം ചേൽ കിം കാര്യം കരവാമതേ. ഏവം സംപൃഷ്ട സംപ്രശ്നോ ബ്രാഹ്മണ പരമേഷ്ഠിന ലീലാഗൃഹീതദേഹേന തസ്മൈ സർവമവർണ്ണയൽ. രുക്മിണ്യുവാച ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരേ ഹരതോംഗതാപം. രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ.
കാത്വാ മുകുന്ദമഹതീ കുലശീലരൂപവിദ്യാവയോദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീ നവൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം തന്മേ ഭവാൻ ഖലു വൃതപതിരംഗ ജായാമാത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി മാ വീര ഭാഗമഭിമർഷതു ചൈദ്യ ആരാൽ ഗോമായുവൻ മൃഗപതേർബലിമംബുജാക്ഷ പൂർത്തേഷ്ടദത്ത നിയമവ്രത ദേവവിപ്രഗുരുവർച്ചനാദിഭിരലം ഭഗവാൻ പരേശ ആരാധിതോ യദി ഗദാഗ്രജയേത്യപാണിം ഗൃഹാതു മേ ന ദമഘോഷസുതാദയോന്യേ ശോഭാവിനി സ്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പൃതനാപതിഭിഃ പരീത നിർമധ്യ ചൈദ്യമഗധേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കാം അന്തഃപുരാന്തരചരീമനിഹത്യ ബന്ധും ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേ ദ്വിരസ്തി മഹതീ കുലദേവി യാത്ര യസ്യാം ബഹിർനവവധുർ ഗിരിജാമുപേയാൽ യസ്യാംഘ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ഛന്ത്യുമാപതിരിവാത്മതമോപഹത്യൈ യർഹ്യംബുജാക്ഷ ന ലഭേയ ഭവൽ പ്രസാദം ജഹ്യാമസുൻ വ്രതകൃശാൻ ശതജന്മഭിസ്യാൽ. ബ്രാഹ്മണ ഉവാച ഇത്യേതേ ഗുഹ്യസന്ദേശാ യദുദേവ മയാ ഹൃദാ വിമൃശ്യ കർത്തും യച്ചാത്ര ക്രിയതാം തദനന്തരം. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണീ വിവാഹേ ദ്വിപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുകഗാധാതുലസുധാം. കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിതകഥേ. പരീക്ഷിത് സാക്ഷീശ്രവണഗതമിത്യുക്തികഥനേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനൽപമായ കരുണാവിശേഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 616 ദിവസത്തിലേക്കെത്തി. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 52 അധ്യായം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. അതിൻ്റെ അവസാനത്തിൽ നാം കേട്ടത് രുക്മിണീദേവി ഭഗവാന് നൽകിയ ആ ഗുഹ്യ സന്ദേശം, രഹസ്യ സന്ദേശത്തെക്കുറിച്ചാണ്. 52 അധ്യായത്തിൽ ആദ്യം മുചുകുന്ദൻ്റെ കഥ തന്നെയാണ് തുടരുന്നത്. പിന്നീട് പരീക്ഷത്തിൻ്റെ മുമ്പിൽ ഭഗവത് കഥ
ചെറുതായിട്ട് ഇങ്ങനെ പറയുമ്പോഴാണ് അത് വിസ്തരിച്ച് പറയാൻ പരീക്ഷിത്ത് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും വിസ്തരിച്ച് 52, 53, 54 എന്നീ അധ്യായങ്ങളിലൂടെ രുക്മിണി സ്വയംവര കഥ പറയുന്നതും. ശ്രീ ശുബ്രഹ്മർഷി പറയുന്നു, ഇദ്ധം സോനുഗൃഹീതോംഗ കൃഷ്ണേന ഇക്ഷ്വാകുനന്ദന തം പരിക്രമ്യ സന്നമ്യ നിശ്ചക്രാമ ഗുഹാമുഖാൽ. ഹേ അംഗ, രാജാവേ, ഇക്ഷ്വാകുനന്ദന, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ആ മുചുകുന്ദൻ കൃഷ്ണേന ഇദ്ധം അനുഗൃഹീത, ശ്രീകൃഷ്ണനാൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായി, തം പരിക്രമ്യ, ആ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത്, സന്നമ്യ, വേണ്ട പോലെ നമസ്കാരം ചെയ്തിട്ട്, ഗുഹാമുഖാൽ നിശ്ചക്രാമ, ആ ഗുഹയിൽ നിന്നും പുറത്തേക്ക് പോയി എന്നാണ്. ഇവിടെ മുചുകുന്ദ ചക്രവർത്തി ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിച്ചു, ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു, നമസ്കരിച്ചു, ഗംഭീരമായിട്ട് സ്തുതിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടു. അതിനുശേഷം ഭഗവാൻ എന്താ പറഞ്ഞത്? പോയി തപസ് ചെയ്യൂ എന്നാണ്. തപസ് ചെയ്യാനായിട്ട് ആ ഗുഹയിൽ നിന്നും പുറത്തേക്ക് പോയി. സവീക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വീരുദ്വനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാമ ദിശമുത്തരാം. സാ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ, ഉയരം കുറഞ്ഞ മനുഷ്യര്, അതേപോലെ മൃഗങ്ങള്, വീരുദ്വനസ്പതീൻ, ലതകള്, വൃക്ഷങ്ങളൊക്കെ കണ്ടിട്ട് കലിയുഗം പ്രാപ്തം, കലിയുഗമായി എന്ന് കരുതി വടക്ക് ദിക്കിലേക്ക് യാത്രയായി എന്നാണ്. താൻ ദേവലോകത്തിലേക്ക് പോകുന്ന കാലത്ത് ഭൂലോകം എങ്ങനെയാണോ ഇരുന്നത് അതുപോലെയല്ല. മനുഷ്യര്, മൃഗങ്ങള്, പക്ഷികള്, ലതകള്, ഇതിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒക്കെ ചെറുതായി എന്നാണ്. ഇപ്പൊ ദ്വാപരയും കഴിഞ്ഞ് കലിയുഗം ദാ അടുക്കുകയായി എന്ന് തോന്നി. കലിക്ക് ജനങ്ങളെ അധർമ്മത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയും. കലിബാധയേൽക്കാത്ത സ്ഥലത്തേക്കാണ് വടക്ക് ഭാഗത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ബദരിയാശ്രമത്തിലേക്ക്. നരനാരായണ ആശ്രമമാണ് ബദരിയാശ്രമം. അവിടേക്ക് പോവുകയാണ് നല്ലത്. ഏഷാവൈ ദേവമനുഷ്യാണാം ശാന്താദിക് എന്നാണ്. ദേവന്മാർക്കും മനുഷ്യർക്കും ഒക്കെ ശാന്തി നൽകുന്ന പ്രദേശം ആണത്. അങ്ങനെ അവിടെയാണെങ്കിൽ കലിയുടെ ബാധ ആക്രമിക്കില്ല. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലമാണ് ബദരിയാശ്രമം. തപശ്രദ്ധായുതോ ധീരോ നിസ്സംഗോ മുക്ത സംശയ സമാധായ മനകൃഷ്ണേ പ്രാവിശൽ ഗന്ധമാദനം. തപശ്രദ്ധായുത, തപസ്സിൽ ശ്രദ്ധയുള്ള, ധീര, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച, നിസ്സംഗനായ, ആസക്തിയില്ലാത്ത, സംഘമില്ലാത്ത, മുക്ത സംശയ, എല്ലാ സംശയങ്ങളും തീർന്ന, കൃഷ്ണേ മന സമാധായ, ആ ശ്രീകൃഷ്ണനിൽ മനസ്സ് ഉറപ്പിച്ചിട്ട്, ഗന്ധമാദനം പ്രാവിശൽ, ഗന്ധമാദന പർവ്വതത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ഇപ്പോ ശ്രീകൃഷ്ണനല്ലാതെ മറ്റൊന്നിലും ആസക്തിയില്ല മുചുകുന്ദന്. ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ച് ഗന്ധമാദന പർവ്വതത്തിൽ പോയിരുന്നു. ബദര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്ദ് സഹശാന്തസ്തപസാരാധയധരിം. നരനാരായണാലയം, നരനാരായണന്മാരുടെ വാസസ്ഥാനമാണ് ബദര്യാശ്രമം. അവിടെ എത്തിയിട്ട് സർവദ്വന്ദ് സഹ, ശീതം ഉഷ്ണം എന്നിങ്ങനെയുള്ള സകല ദ്വന്ദ്വങ്ങളെയും സഹിക്കുന്ന ശാന്തനായ തപസാ ഹരിം ആരാധയൽ, തപസ്സുകൊണ്ട് ആ ഹരിയെ ആരാധിച്ചു എന്നാണ്. ശരീരധർമ്മത്തെ മറക്കാൻ തക്ക സമാധിനിഷ്ഠ അഭ്യസിച്ചവർക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, ഇപ്പോഴും അതെ, ബദര്യാശ്രമം അതികഠിനമായിട്ടുള്ള തണുപ്പുള്ളതാണ്. അപ്പോ ശീതം ഉഷ്ണം സുഖം ദുഃഖം മാനാപമാനങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിനെയൊക്കെ ദ്വൈതങ്ങളെ ദ്വന്ദ്ങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ സ്വാത്മാവിൽ വിലയിപ്പിച്ച മഹായോഗിയായി മുചുകുന്ദൻ ദാ ഭഗവാനെ പൂജിച്ചും കൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ പുനരാവ്രജ്യ പുരിം യവനവേഷ്ടിതാം ഹത്വാ മ്ലേച്ഛബലം നിന്യേ തദീയം ദ്വാരകാം ധനം. പിന്നെ ഭഗവാൻ യവനവേഷ്ടിതാം പുരിം ആവ്രജ്യ, യവനാൽ വളഞ്ഞ അല്ലെങ്കിൽ വളയപ്പെട്ട തൻ്റെ പുരി, ആ ദ്വാരകാപുരിയിലേക്ക് മധുരാപുരിയിലേക്ക് എത്തിയിട്ട് മ്ലേച്ഛബലം, മ്ലേച്ഛ സൈന്യത്തെ, യവന സൈന്യത്തെ ഹത്വ കൊന്നിട്ട് തദീയം ധനം ദ്വാരകാം നിന്നി, അവരിന്ന് കിട്ടിയ ധനം മുഴുവൻ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഈ
യുദ്ധത്തിന് വന്ന ആളുകളൊക്കെ പലതരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടാവും. അതാണ് ഏറ്റവും വലിയ ധനം. സ്വർണം കൊണ്ടും രത്നഖച്ചിതമായിരിക്കുന്ന ആ മാലകളും കങ്കണങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെ മുഴുവൻ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. നീയമാനേ ധനേ ഗോഭിർനിർഭിശ്ചാച്യുത ചോദിതൈ ആജഗാമ ജരാസന്ധത്രയോ വിംശത്യനീകപ അച്യുത ചോദിതൈഹി നൃഭി. ശ്രീകൃഷ്ണനാൽ പ്രേരിപ്പിക്കപ്പെട്ട മനുഷ്യരാൽ കാളകളെ കൊണ്ട് ധനേ നീയമാനെ ആ കളപ്പുറത്ത് കയറ്റി അത് നേരെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്താണ് ത്രയോവിംശത്യനീകപ 23 അക്ഷൗഹിണി പടയുടെ അധിപതിയായ ജരാസന്ധൻ ആജഗാമ അവിടെ യുദ്ധത്തിനായിട്ട് വന്നത്. വിലോക്യവേഗരഭസം രിപുസൈന്യസ്യ മാധവോ മനുഷ്യചേഷ്ടാമാപന്നോ രാജൻ ദുദ്രുവതുർദ്രുതം. പരീക്ഷത്തെ രിപുസൈന്യസ്യ വേഗരഭസം വിലോക്യ, ശത്രുസൈന്യത്തിന്റെ വേഗം മനസ്സിലാക്കിയിട്ട് കണ്ടിട്ട് മനുഷ്യചേഷ്ടാം ആപന്നോ, മനുഷ്യ രീതികളെ അവലംബിച്ച് രാമനും കൃഷ്ണനും മാധവോ, ആ രാമനും കൃഷ്ണനും മാധവന്മാര് ദ്രുതം ദുദ്രുവതു, വളരെ വേഗത്തിൽ അവിടുന്ന് പലായനം ചെയ്യണു. അധിക ബലമുള്ളവരോട് യുദ്ധം ചെയ്യരുത്, തങ്ങളെക്കാൾ ബലം കുറഞ്ഞവരോട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. തുല്യബലവാന്മാരോട് എന്ത് വേണം? സന്ധി വേണം. അപ്പൊ സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിങ്ങനെയുള്ള ചതുരുപായങ്ങൾ എവിടെയൊക്കെ വേണ്ട പോലെ ചേർക്കണമെന്ന് ഭഗവാനോളം വേറെ ആർക്കും അറിയില്ല. അപ്പൊ യുദ്ധം ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള മട്ടിൽ അവിടുന്ന് ഇറങ്ങി ഓടി എന്നാണ്. ഇപ്പൊ ജരാസന്ധന് അഹങ്കാരം വർദ്ധിക്കും. നമ്മൾ ഓടിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളെയും കൊണ്ട് യുദ്ധത്തിന് വരും. അപ്പൊ എന്താ, അവരെ മുഴുവൻ കൊല്ലാം, ജരാസന്ധനെ കൊല്ലാതെ വിടാം. വിഹായ വിത്തം പ്രചുരമഭീതോ ഭീരുഭീതവൽ പദ്ഭ്യാം പത്മപലാശാഭ്യാം ചേരതുർബഹ്യോജനം. അഭീതം ഭീരുഭീതവൽ, ഒട്ടും പേടിയില്ലാത്ത അവർ രണ്ടുപേരും പേടിയുള്ളവരെ പോലെ പത്മപലാശാഭ്യാം, താമര പോലെ മൃദുലമായ കാലുകൾ കൊണ്ട് ബഹ്യോജനം ചേരതു, വളരെ വേഗത്തിൽ അവിടുന്ന് നിരവധി യോജന ഓടിപ്പോയി. പലായമാനൗ തൗ ദൃഷ്ട്വാ മാഗധ പ്രഹസൻ ബലി അന്വധാവൽ രഥാനീകേരീശയോരപ്രമാണവിൽ. പലായമാനോ, ഓടുന്ന തൗ, അവരെ കണ്ടിട്ട് ബലിം മാഗധ, നല്ല ശക്തിശാലിയായ ജരാസന്ധൻ പ്രഹസൻ, അവരെ കളിയാക്കിയിട്ട് പരിഹസിച്ചും കൊണ്ട് ഈശയോ അപ്രമാണവിൽ, ആ ഈശ്വരന്മാരുടെ പ്രഭാവം അറിയാതെ രഥാനീകൈ അന്വധാവൽ, രഥത്തില് ഈ രാമകൃഷ്ണന്മാരുടെ പിന്നാലെ പോണു. അഹങ്കാരാധിക്യം ജരാസന്ധന് വന്നു. രാമനെയും കൃഷ്ണനെയും തോൽപ്പിക്കാനായിട്ട് പിന്നാലെ ചെല്ലുന്നു. പ്രദ്രുത്യ ദൂരം സംശ്രാന്തൗ തുംഗമാരുഹതാം ഗിരിം പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യതാ യത്ര വർഷതി. ദൂരം, അധിക ദൂരത്തിലേക്ക് ഓടിയിട്ട് പ്രദ്രുത്യ സംശ്രാന്തവും, ആ ക്ഷീണിച്ചുപോയ അവര് തുംഗം പ്രവർഷണാഖ്യം ഗിരിം, ഉന്നതമായ പ്രവർഷണാഖ്യം എന്നറിയപ്പെടുന്ന ആ പർവ്വതത്തെ ആരുഹതാം കയറി. യത്ര ഭഗവാൻ നിത്യത വർഷതി, എവിടെയാണോ ഇന്ദ്രൻ എപ്പോഴും വർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പ്രവർഷണം എന്ന് പേരുണ്ടായത് എന്നാണ്. പ്രവർഷണ പർവ്വതം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ചിറാപ്പുഞ്ചി പോലെയുള്ള സ്ഥലങ്ങൾ. ഇവിടെയും ഈ പർവ്വതം, പ്രവർഷണം എന്ന പർവ്വതം, എന്താ അതിന് കാരണം? ആ നിരന്തരം മഴ പെയ്യുന്ന സ്ഥലമാണ് എന്ന് പറയുന്നു. ഗിരൗ നിലീനാവാജ്ഞായ നാധിഗമ്യ പദം നൃപ ദദാഹ ഗിരിമേധോഭി സമന്താദഗ്നിമുത്സൃജൻ. പരീക്ഷത്തെ ഗിരൗ നിലീനോ, ആ പർവ്വതത്തിൽ ഒളിച്ചിരിക്കുന്നവരായിട്ട് രാമകൃഷ്ണന്മാരെ മനസ്സിലാക്കിയ ജരാസന്ധൻ പദം നാധിഗമ്യ, എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയാതെ വന്നപ്പോ നാലുപാടും സമന്താൽ അഗ്നിമുത്സൃജൻ, 4 ഭാഗത്തും തീ കൊളുത്താനായിട്ട്, ആ പർവ്വതത്തിന് തീ കൊളുത്താൻ ഏധോപി ദദാഹ, വിറകുകളെ കൊണ്ട് അതിനെ ദഹിപ്പിച്ചു എന്നാണ്. എവിടെങ്കിലും ഇരിക്കേണ്ടെങ്കിൽ രാമകൃഷ്ണന്മാര് കത്തി നശിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. തഥ ഉൽപ്പത്യ തരസാ ദഹ്യമാന തടാദുഭൗ ദശൈകയോജനോത്തുംഗാന്നിപേതുരഥോ ഭുവി. ദഹ്യമാന തടാൽ,
ദഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രാന്തപ്രദേശത്തോടു കൂടിയ പ്രവർഷണ പർവ്വതത്തിൽ നിന്നും 11 യോജന ഉയരമുള്ള ആ പർവ്വതത്തിൽ നിന്ന് ഉഭൗ തരസ രണ്ടുപേരും പെട്ടെന്ന് ചാടിയിട്ട് അധോഭുവി നിപേതതു താഴെ വന്ന് വീണു. അലക്ഷ്യമാണൗരിപുണ സാനുഗേന യദുത്തമൗ സ്വപുരം പുനരായാതൗ സമുദ്രപരിഘാം നൃപ. സാനുഗേന പിന്നാലെ വരുന്ന അനുചരന്മാരോടുകൂടിയ ശത്രുവിനാൽ അലക്ഷ്യമാണോ കാണപ്പെടാത്തവരായ ആ യാദവശ്രേഷ്ഠന്മാരെ രാജാവെ സമുദ്രപരിഘാം സമുദ്രമാകുന്ന പരിഘയോടുകൂടിയ അല്ലെങ്കിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്വപുരം പുന ആയതോ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ദ്വാരകയിലേക്ക് തിരിച്ചെത്തി എന്നാണ്. ജരാസന്ധനും സൈന്യവും കുറേ നോക്കി, പക്ഷേ രാമകൃഷ്ണന്മാരെ കാണാനായിട്ട് സാധിച്ചില്ല. അവർ രണ്ടുപേരും ദ്വാരകയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. സോപി ദഗ്ധാവിതി മൃഷ മന്വാനോ ബലകേശവൗ ബലമാകൃഷ്യ സുമഹൻ മഗധാൻ മാഗധോ യയൗ സമാഗധാപി. ജരാസന്ധനും ബലകേശവൗ ദഗ്ധൗ മൃഷാ മന്വാന രാമനും കൃഷ്ണനും അഗ്നിയിൽ ദഹിച്ചുപോയി എന്ന് തെറ്റായിട്ട് വിചാരിച്ച് അബദ്ധമായി വിചാരിച്ചിട്ട് സുമഹൽ ബലം ആകൃഷ്യ തൻ്റെ വർദ്ധിച്ച സൈന്യത്തെ ഒപ്പം ചേർത്ത് മഗധാൻ യയോ മഗധയിലേക്ക് തിരിച്ചുപോയി എന്നും അവിടെ ഏതാ പറയണു. ആ ഭാഗത്തോടുകൂടി നമ്മൾ സമർപ്പിക്കുകയാണ്. 14-ാമത്തെ ശ്ലോകത്തോടുകൂടി നാളെ 15-ാമത്തെ ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം. ഭഗവാന്റെ ദിവ്യമായ രുക്മിണീ സ്വയംവരം എന്ന രംഗത്തിലേക്ക് നമുക്ക് പതിയെ പതിയെ എത്തിച്ചേരുകയും ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ
ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി 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 ഹരി ഓം.